വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. അവണങ്ങാട് കളരിയുടെ കിഴക്കേ ഭാഗത്തുള്ള കൃഷിസ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൂക്കളാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പൂക്കൾ, പയർ, നെല്ല്, എള്ള് തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യാണ്. അത് വളരെ മനോഹരമായ രീതിയിൽ ആധുനിക കൃഷി രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ആണ് കൃഷി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്കും കളരിയിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെ മാക്സിമം ഇവിടുന്ന് ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള നല്ലൊരു സന്ദേശമാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അതിൻ്റെ ഈ പാടത്തിൻ്റെ നടുക്ക് ഒരു ഏറുമാടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് മുള മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. രണ്ട് സൈഡിൽ നിന്നും 2 സ്റ്റെപ്പൊക്കെ മുകളിലേക്ക് വരെയുണ്ട്. വളരെ ട്രഡീഷണൽ ലുക്കിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല കലാപരമായ രീതിയിലാണ്. മുകളിലൊരു ചെറിയ ലോഞ്ചൊക്കെ ഉണ്ട്. അത് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പാടത്ത് കൃഷി ഇറക്കുന്ന സമയത്തും അതേപോലെ ആദ്യമായി കൊയ്യാനുള്ള സമയത്തും വിളഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയം, ഇതൊക്കെ വളരെ ഗ്രഹാതുരത്വം നിറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ചെറിയ പൈസ ഈടാക്കിക്കൊണ്ട് അവിടെ കയറുന്ന സെൽഫി എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും, ഫോട്ടോഗ്രാഫിയൊക്കെ അനുവദനീയമാണ്, ഫോട്ടോ എടുക്കുന്നതിനുമായിട്ടുള്ള സംവിധാനം അവർ ഒരുക്കിയിരിക്കുകയാണ്. അതായത് വളരെ ക്ലീനായിട്ടുള്ളൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് തന്നെ ഒരു ആകാശ നോട്ടം എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ അത് ഉണ്ടാക്കിയിരിക്കുകയാണ്. എൻ്റെ കൃഷിക്കാർ, പണിക്കാരൊക്കെ വേണ്ട അവിടെയുണ്ട് നിലവിൽ. അവർ അതേപോലെ വളരെ നല്ല പേരുകളൊക്കെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തിലും ഒരു കലാവാസനയുണ്ട്, എന്തിലും ഒരു ട്രഡീഷണൽ ലുക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുമേനെ തള്ളിക്കളയുന്നില്ല. പുതുമേനെ വളരെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ കൃഷിയിൽ വരെ കാണുന്നത്. അതാണ് കളരിയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും. ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭക്തജനങ്ങൾക്ക് കൊടുക്കട്ടെ. ഓം ശ്രീം വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ നമഃ.